UDF ഭൂരിപക്ഷമുള്ള എരുമേലിയിൽ LDF-ലെ അമ്പിളി സജീവൻ പ്രസിഡന്റായി വിജയിച്ചിരിക്കുന്നു. ഭൂരിപക്ഷം ഉണ്ടായിട്ടും സംവരണ വിഭാഗത്തിൽ UDF-ന് ജയിച്ചവർ ഇല്ലായിരുന്നു എന്നതാണ് കാരണം. ഷിനോജ് ശ്രീ വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, എങ്ങനെയാണ് പുതിയ രാഷ്ട്രീയ സമവാക്യോടെ? ദിലീഷ്, മൃഗീയമായ ഭൂരിപക്ഷമായിരുന്നു എരുമേലി പഞ്ചായത്തിൽ UDF-ന് ഉണ്ടായിരുന്നത്. ആകെയുള്ള 24 അംഗ ഭരണസമിതിയിൽ UDF-ന് 14 പേരും, LDF-ന് 7, NDA 2, ഒപ്പം ഒരു സ്വതന്ത്രനും UDF-നൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ UDF-ന് ഭരിക്കാൻ കഴിയാമായിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു എരുമേലി പഞ്ചായത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഈ സംവരണം, പട്ടികവർഗ സംവരണമായിരുന്നു പ്രസിഡന്റ് സ്ഥാനം. എന്നാൽ ഈ UDF-ൽ നിന്ന് ജയിച്ച ആദ്യം തന്നെ പട്ടികവർഗ സംവരണത്തിൽ ഉണ്ടായിരുന്ന ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ കോറം തികയാത്തതിനെ തുടർന്ന് അന്നും UDF പ്രതിനിധികൾ വിട്ടുനിന്നു. അതിനുശേഷമാണ് ഇന്ന് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്നും പതിവുപോലെ തന്നെ UDF വിട്ടുനിന്നു, ഈ പൊതു സ്വതന്ത്രനും വിട്ടുനിന്നു. അങ്ങനെ മത്സരരംഗത്തുണ്ടായിരുന്നത് LDF-ഉം NDA-യും മാത്രമായിരുന്നു. അങ്ങനെയാണ് ഈ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അമ്പിളി സജീവൻ ഇപ്പോൾ പ്രസിഡന്റായിട്ട് വിജയിച്ചിരിക്കുന്നത്. LDF-ന്റെ മുഴുവൻ വോട്ടും അമ്പിളി സജീവന് തന്നെ നേടി. NDA-ക്കും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, 2 വോട്ട് NDA-യും നേടി. അങ്ങനെ UDF ഭൂരിപക്ഷമുള്ള എരുമേലി പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അമ്പിളി സജീവൻ ഇപ്പോൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്.